السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന രീതിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രബോധനം എന്ന് പറയുന്നത് അത് ഭൂമുഖത്തുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും പ്രവാചകന്മാരാണ് മാതൃക ചെയ്യുന്നത് പോലെ ഇവിടെയും അവിടുന്ന് മാതൃക തന്നെയാണ്. മാലോകരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് എന്നാണ്. അതായത് ജനങ്ങളെ ഇസ്ലാമിലേക്ക് യുക്തിയോടെയും സതുപദേശത്തോടെയുമാണ് ക്ഷണിക്കേണ്ടത് എന്നാണ്. പുതിയ കാലത്ത് പല ഇസ്ലാമിക പ്രഭാഷകന്മാരും യൂട്യൂബ് മൗലാനമാരും കാരണം ലോകത്തിന് മുന്നിൽ ഇന്ന് ഇസ്ലാമിനെ പരിഹസിക്കപ്പെടുകയും യഥാർത്ഥ ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ചരിത്രം ഇരുണ്ട യുഗമെന്ന് വാസ്തവപ്പെടുത്തിയ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ എന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിച്ച രീതിയാണ് യഥാർത്ഥ പ്രബോധന രീതിയായി മാറേണ്ടത്. മുഴുവൻ ജനങ്ങളോടും സൗമ്യമായി പെരുമാറുകയും എന്നാൽ ശത്രുക്കൾക്ക് വരെ അൽ-അമീൻ എന്ന് വിളിക്കേണ്ടി വരികയും ചെയ്ത ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുടെ വക്താവുക എന്നത് ചെറിയ കാര്യമല്ല. തന്റെ മുന്നിലേക്ക് വരുന്നവരുടെ മാനഗതി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പരിഹാരത്തിന്റെ പാഠശാലയാകാനും കഴിയുക എന്നതാണ് പ്രവാചകൻ കേവലം വർഷങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് തനിക്ക് വിഭജിക്കാൻ അവസരം ലഭിക്കണമെന്ന് ആഗ്രഹത്തോടെ ചെല്ലുന്നത് ഹദീസിൽ കാണാം. സഹാബാക്കൾ മുഴുവൻ ആക്രോശത്തോടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ സൗമ്യമായി വാക്കുകൾ പൂർത്തീകരിക്കാൻ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് നിന്റെ ഉമ്മയെയോ നിന്റെ പെങ്ങളെയോ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. ഈ ഒറ്റ ഒരു ചോദ്യത്തിലൂടെ അയാൾ മനസാന്തരപ്പെടുകയാണ്. ഇങ്ങനെ മതശാസ്ത്രപരമായ രീതിയിൽ ആളുകൾ സമീപിക്കുകയും നല്ല രീതിയിൽ തന്നെ ജീവിതം നയിക്കുകയും ചെയ്താൽ ഇസ്ലാം കേൾക്കുന്ന മുഴുവൻ ആക്ഷേപങ്ങൾക്കും മറുപടി നൽകുമെന്നത് തീർച്ചയാണ്. ഒട്ടകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുന്നതും എന്നാൽ കൊച്ചുകിളികളെ കൂട്ടിലടക്കരുതെന്ന നിർദ്ദേശം നൽകുന്നതും ഇതേ പ്രബോധനത്തിന്റെ മറ്റു വശങ്ങളാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും മറ്റു ആധുനിക സാങ്കേതികങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോഴും സത്യവിശ്വാസവും എന്നാൽ വിട്ടുവീഴ്ച മനോഭാവവും ജീവനുള്ള മുഴുവനെയും പരിഗണിക്കണമെന്ന നബിപാഠവും കൂട്ടി വായിക്കുമ്പോൾ നല്ലൊരു ഭാവി നമുക്കുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നാളെ ലോകം അവസാനിക്കുമെങ്കിലും കയ്യിലുള്ള ചെടിയെ മണ്ണിൽ കുഴിച്ചിടുക എന്ന നബി വാക്കുകൾ നമുക്ക് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരു സ്നേഹ നിധിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് സഹനവും ക്ഷമയും അതിൻ്റെ ഹൃദയത്തിലുണ്ടായത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മക്കയിൽ നരകതുല്യമായ ജീവിതം ജീവിക്കുമ്പോഴും താഴ്വരയിൽ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് പശിയടക്കി ഇനി അനേകം സാഹചര്യങ്ങളിൽ ഇനിയും ഇസ്ലാമിനെ മുറുകെ പിടിക്കാനും അതിന്റെ സന്തോഷവാഹകനാകാനും കഴിയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തത്.
അല്ലാഹു തആല നബിതങ്ങളുടെ കഥകൾ, നബിതങ്ങളുടെ ജീവിതങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രബോധനം സാധ്യമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.